ഞാൻ 3 ന്യായം കൂടി പറഞ്ഞ് എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഖുർആൻ പറഞ്ഞ ന്യായാട്ടോ, ഞാൻ പറയണതല്ല. ഖുർആൻ മനുഷ്യര് അള്ളയല്ലാത്ത ആളുകളോട് ഈ തേട്ടം നടത്തുമ്പോ, പ്രാർത്ഥന നടത്തുമ്പോ മുൻഗാമികളായ ആളുകൾ പറഞ്ഞ 3 ന്യായം. ഇത് മാത്രം ഇന്നത്തെ പ്രസംഗത്തിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ഈ നമ്പർ ഒന്ന് നോക്കി തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വിഷയം മനസ്സിലാവും. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട സമസ്തക്കാരെ കേൾക്കണമെങ്കിൽ നിങ്ങളെ ഉസ്താദന്മാരുടെ തഫ്സീർ എടുത്തോളി. പൊന്നാനി മഖ്ദൂം സാഹിബിന്റെ തഫ്സീർ എടുത്തോളി, വേറെ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ തഫ്സീർ എടുത്തോളി. എന്നിട്ട് ഈ 3 ആയത്തിന്റെ വിശദീകരണം, ഒക്കെ മലയാളം നന്നായിട്ട് വായിക്കാറിയുന്നവരാണ്, ഇനി അറബി അറിയുമെങ്കിൽ അറബിയിലെ തഫ്സീർ എടുത്തോളി, ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്തോളൂ, തൊബരിയുടെ തഫ്സീർ എടുത്തോളൂ, ഖുർത്തുബിയുടെ തഫ്സീർ എടുത്തോളൂ, റഹ്മത്തുള്ളാഹി അലൈഹി, ഏതെങ്കിലും വലിയ മഹത്തുക്കളായ മുഫസ്സിറുടെ തഫ്സീർ എടുത്തോളൂ. എന്നിട്ട് ഞാൻ ഈ പറയുന്ന 3 ആയത്തിന്റെ വിശദീകരണം, ഒന്ന്, നമ്മൾ ഈ നാട്ടിൽ ഇപ്പൊ ഈ കടയിൽ കയറിയിട്ട് ഒരു ചെരുപ്പ് വാങ്ങുക, ആ കടക്കാരനോട് പറയോ ഒരു ചെരുപ്പ് വേണം, ഏതാ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്നോളി അറിയില്ല. പിന്നെ നമ്മൾ ഇട്ട് നോക്കും, നമ്മളൊന്ന് പിടിച്ചു നോക്കും, നമ്മളെ കാലിൽ ചേരുന്നുണ്ടോ നോക്കും. ഒരു 200 റുപ്യന്റെ ചെരുപ്പ് വാങ്ങാൻ ചിലപ്പോൾ 10 മിനിറ്റ് സമയം എടുക്കും. പിന്നെ ഒരു സോപ്പ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ചെന്നു, ഒരു സോപ്പ് വേണം, ഏതാ സോപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തൊളി അറിയില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു സോപ്പിന്റെ പേര് പറയും. 20 റുപ്യന്റെ സോപ്പ് വാങ്ങാൻ പോകുമ്പോൾ വരെ നമ്മൾ സെലക്ഷൻ നടത്തുക. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കിക്കോളിന്ന്, ഒന്ന് പഠിച്ചു നോക്കിക്കോളി, ഒന്ന് അന്വേഷിച്ചു നോക്കിക്കോളി, നഷ്ടപ്പെടൂല ഈ 3 ആയത്ത് കേട്ടോ. ഇതിന്റെ ഷറഹ് ഒന്ന് എടുത്ത് നോക്കിക്കോളി. നിങ്ങളെ മലയാളത്തിലുള്ള ഖുർആന്റെ പരിഭാഷ, നിങ്ങളെ പണ്ഡിതന്മാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉസ്താദന്മാരുടെ തഫ്സീർ എടുത്ത് മറിച്ച് നോക്കിക്കോളി. 3 ആയത്ത്. ഒന്ന്, പരിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് 3-ാമത്തെ ആയത്ത്. പരിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ സൂറത്ത് 18-ാമത്തെ ആയത്ത്. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ സൂറത്ത് 71 മുതൽ 74 വരെയുള്ള ആയത്ത്. ഓതി വിശദീകരിക്കാനുള്ള സമയമില്ല, അതിന്റെ മർമ്മം മാത്രം പറയാം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ. ഒന്ന് പഠിച്ചു നോക്കി നിങ്ങള്. മുൻഗാമികളായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ വരുന്ന കാലത്തുള്ള മനുഷ്യന്മാര് ഈ ബിംബങ്ങളുടെ മുമ്പിലും അല്ലാത്തവരുടെ മുമ്പിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞ പോലെ പറയാൻ അറിയോ, ഇതൊന്നും പടച്ചോനൊന്നുമല്ല, ഞങ്ങൾക്കറിയാം, ഇതാരും പടച്ചോനാണെന്നോ അള്ളയാണെന്നോ ഞങ്ങൾ പറയണില്ല. പിന്നെ മാ നഅ്ബുദുഹും, ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ല ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവരുടെ അടുത്ത് വരുന്നില്ല എന്ന്. ഞങ്ങൾ ഇവരുടെ അടുത്തേക്ക് വരുന്നതിനാണ്. ഇവരൊക്കെ അള്ളാഹിനായിട്ട് നല്ല അടുത്തോല, വദ്, സുവാ, യഊഖ്, യഊസ്, ഇവരൊക്കെ അള്ളാഹിട്ട് നല്ല അടുത്ത ആളുകളാ, ഭയങ്കര വലിയ പുണ്യവാന്മാരാണ്, പരിശുദ്ധമായ ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർ ഞങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യണില്ല എന്നാണ് അന്നത്തെ ആളുകൾ പറഞ്ഞത്. ശരിയാണോ? ഇത് മുസ്ലിങ്ങളുടെ നിലപാടാണ്. ഇപ്പൊ ഇവിടുന്ന് മമ്പറത്ത് പോകുന്നൊരു ഉമ്മാനോട് ചോദിക്കുക, ഉമ്മ മമ്പറത്ത് ആരാ, മമ്പറന്നങ്ങളുണ്ട്, നിങ്ങൾ എന്തിനാ പോണത്? ഞാൻ ആ മമ്പറന്നങ്ങളോടിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയാന്. അപ്പൊ മമ്പറന്നങ്ങളോട് ഞങ്ങളെ വിഷമം പറയേണ്ട അള്ളഹാനോടല്ലേ? ഓലൊക്കെ അള്ളഹാനോട് വലിയ അടുത്ത ആൾക്കാരല്ലേ? ഓലൊക്കെ വലിയ അടുത്ത ആളുകളാണ്. അപ്പൊ നമ്മളെ വിഷയം ഓലോട് പറയാ, ഓല അള്ളഹാനോട് പറയും. ഇത് പറയരുത് എന്നാ ഖുർആൻ പറയണത്. നമ്മൾ അങ്ങനെ പറയുന്നു, അത് തിരുത്തണമെന്ന് ഖുർആൻ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഒരടുപ്പം അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് മുൻകാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത്. ഇതെന്തിനാ അള്ളാഹ് പറഞ്ഞത്? മുസ്ലിങ്ങളെ നിങ്ങൾ പറയരുത്, ഇവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് എന്ന് പറയാനാ. നമ്മൾ പറയണമെന്ന് അറിയാനല്ല, ഇവർ പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത്. ഇത് ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. ഞാൻ എന്റെ തഫ്സീർ എടുത്ത് നിങ്ങൾ മറിച്ചു നോക്കിക്കോളി. ഇനി മറ്റൊന്ന് 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 18-ാമത്തെ ആയത്ത്. ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. ഇതേ ഉദാഹരണം വെച്ചോളൂ. മമ്പറത്ത് കോണ വല്ലിപ്പ വല്ലിമ്മ ചോദിച്ചു നോക്കി, ആ മക്കളെ ഓല ശഫായത്ത് കിട്ടാനാണ്, പടച്ചോന്റെ അടുത്ത് നമുക്ക് വേണ്ടി ഒരു ശുപാർശ പറയും. ഇത് പറയരുത് എന്ന് അള്ളാന്റെ ഖുർആൻ പറയാണ്. നാളെ ശുപാർശയല്ലേ ഉണ്ട്, നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂൽ ശുപാർശ ചെയ്യണില്ലേ? ഉണ്ട്. ആർക്ക് ശുപാർശ ചെയ്യുന്ന പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദ്യത്തെ ശുപാർശ എന്തിനാ അറിയോ? വിചാരണ തുടങ്ങാനാ. അത് ഇന്നാക്കുന്നല്ല, വിചാരണ തുടങ്ങാനുള്ള കുബ്രയായ ഷഫായത്ത്, ഏറ്റവും വലിയ ഷഫായത്ത്. പിന്നത്തെ ഷഫായത്ത് ആർക്കാ? റസൂൽ പറഞ്ഞു, മരിക്കുമ്പോ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാത്തവർക്ക് വേണ്ടി എന്റെ ശുപാർശയുണ്ട്. ഇനി ആയത്തുൽ കുർസി അറിയാത്ത മുസ്ലിങ്ങളുണ്ടോ? അതിലെന്താ അള്ളാഹ് പറഞ്ഞത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അതിന്റെ അർത്ഥം എന്താ? ഒരു മുസ്ലിമിനും അർത്ഥം മാറ്റല്ലല്ലോ, എല്ലാവർക്കും ഒരേ അർത്ഥല്ലേ? എന്താ അതിന്റെ അർത്ഥം? മൻ ദല്ലദി യശ്ഫഉ
ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹ് പറയാ, അള്ളാന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ, അള്ളാന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അല്ലാഹ് പറയണേ, അള്ളാന്റെ അടുക്കൽ അള്ളാന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ശുപാർശ ഉണ്ട്, അള്ളാഹ് അനുവദിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറയാ, ചെയ്തോളൂ ശുപാർശ, അപ്പൊ ചെയ്യാ. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടുമ്പോ ഇഷ്ടപ്പെട്ട ആൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല. പടച്ചോൻ ഖുർആനിലാ പറയണത്, കഥയല്ല. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു, അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? ഇല്ലാ ബിഇദ്നി, അവന്റെ സമ്മതമില്ലാതെ. പടച്ചോന്റെ സമ്മതമില്ലാതെ ഒരു ശുപാർശ അവിടെ നടക്കൂല. നമ്മൾ പറയണതോ, നബിയോട് മുൻകാല മുസ്ലിങ്ങളല്ലാത്തോല് പറഞ്ഞതോ, പടച്ചോന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും, അതിനാ ഞങ്ങൾ ഇവരോട് പറയുന്നത് എന്നാണ് അന്നത്തെ ആൾക്കാർ പറഞ്ഞത്. അതെന്നെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരും പറഞ്ഞാലോ ശരിയാണോ സുഹൃത്തുക്കളെ? മൂന്നാമത്തത് അതിനേക്കാൾ അത്ഭുത. സൂറത്ത് ശുഅറ 26-ാം അധ്യായം 71 മുതൽ 74 വരെയുള്ള വചനം. അവരോട് നിങ്ങൾ പറയാം, ഇങ്ങനെ പോണ ആളുകളോട്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കും, അല്ല കൂട്ടരെ, ഈ ഖബറിൽ കിടക്കുന്ന ആൾ നിങ്ങളെ സങ്കടം കേൾക്കുവോ? നിങ്ങൾക്ക് ഉത്തരം തരുമോ? ഉപദ്രവിക്കാൻ കഴിവുണ്ടോ? ഉപകാരം ചെയ്യാൻ കഴിവുണ്ടോ? ഇവരൊക്കെ മരിച്ചു പോയോലല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ മറുപടി എന്താ അറിയോ? ഖാലു, അവർ പറയും, ഖുർആൻ പറയാട്ടോ, ബൽ, മറിച്ച്. എനിക്ക് എന്റെ ഉപദേശം ഒന്നും കേൾക്കണ്ട, എന്റെ വയലും കേൾക്കണ്ട, എന്റെ പിന്നെ വയലും പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. ഖാലു, അവർ പറയും, ബൽ, മറിച്ച്. ഈ ഉപദ്രവം ചെയ്യോ ഉപകാരം ചെയ്യോ എന്നൊക്കെ അല്ലേ നീ ചോദിക്കണത്? അതൊന്നും ഞാനൊന്നും പറയണില്ല. ബൽ, മറിച്ച്. വജദിന, ഞങ്ങൾ കണ്ടത്, ആബാഅന, ഞങ്ങളെ വാപ്പാരെ കണ്ടത്, കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളും ചെയ്യും. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്യാണ്, അല്ലാതെ നിങ്ങളെ ചോദ്യവും ഉത്തരവും ഞങ്ങളില്ല. ഇത് ഖുർആൻ പറയണ്, ഇത് ഞാൻ പറയല്ല, ഖുർആനാ പറയണത്. ഖാലു, അവർ പറയും, ഇവരോട് ഇങ്ങനെ ചോദിച്ചാൽ അവർ പറയും, ബൽ, മറിച്ച്. വജദിന, ഞങ്ങൾ കണ്ടു, ആബാഅന, ഞങ്ങളുടെ ബാപ്പമാരെ വല്ലിപ്പമാരെ ഞങ്ങൾ കണ്ടത്, കദാലിക യഫ്അലൂൻ, ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ്. അല്ലാതെ ഉപദ്രവം നടത്തുവോ ഉപകാരം ചെയ്യോ ഈ ചോദ്യം ചോദിച്ച് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഞങ്ങൾ പാരമ്പര്യമായി ബാപ്പാരെയും വല്ലിപ്പാരെയും കണ്ടുപഠിച്ചത് ഇങ്ങനെയാണ്, ആ റൂട്ടിലാണ് ഞങ്ങൾ പോകുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. ഖുർആൻ പറയാ. അതാണ് ഞാൻ ഈ 3 സൂറത്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരുടെ ഖുർആൻ പരിഭാഷ എടുത്ത് മറിച്ച് നോക്കിയിട്ട് അന്വേഷിച്ചോളി. പരലോക രക്ഷപ്പെടാൻ ഒരു വാശിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രത്യേക കൊടിയൊന്നുമില്ല, രാഷ്ട്രീയ പൊളിറ്റിക്കൽ കേട്ടോ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും അനുകൂലമായ വിധി കിട്ടാനുള്ള വോട്ടും കാര്യങ്ങളൊക്കെ നടത്തണം, അതിനൊന്നും പ്രശ്നമില്ല. മറിച്ച് പിന്നെ ഇതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള ക്ഷണമല്ല, ഒരു പതാകയിലേക്കുള്ള ക്ഷണമല്ല. ഇത് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു വിളിയാളമാണ്. അതുകൊണ്ട് ഈ 3 ആയത്തുകൾ നിങ്ങളൊന്ന് പരിശോധനയ്ക്ക് വിധേയാക്കുക.